മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാത്തി അൽ ഉസ്താദ്. ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ അറബിക്കാണ്. അറബിക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ യൂണിറ്റ്. വഹ്ദത്ത് എന്നാൽ യൂണിറ്റ്, അൽ ഊല ഒന്നാമത്തെ, യൂണിറ്റ് 1. എന്താ യൂണിറ്റ് 1ൻ്റെ പേര്? അൽ ലുഗത്തു റൂഹു തഖദ്ദുമി. അൽ ലുഗത്തു ഭാഷ, ലാംഗ്വേജ്. റൂഹ് ആത്മാവാണ്, സ്പിരിറ്റാണ്. തഖദ്ദുമി പുരോഗതിയുടെ, പ്രോഗ്രസിൻ്റെ. ദ ലാംഗ്വേജ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പ്രോഗ്രസ്. പുരോഗതിയുടെ ആത്മാവാണ് ഭാഷ. അതാണ് നമ്മളുടെ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹഖൻ അന അഫ്തഖിറു ബിക, ലുഗത്തുല്ലാദി, ലുഗത്തി അൽ അറബിയ. ഇങ്ങനെ 3 പാഠങ്ങൾ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം ഹഖൻ, സത്യമായിട്ടും, ട്രൂലി. അന ഞാൻ, അഫ്തഖിറു ഞാൻ അഭിമാനിക്കുന്നു, ബിക നിന്നിൽ അഥവാ നിന്നെക്കൊണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. ട്രൂലി ഐ ആം പ്രൗഡ് ഓഫ് യു. ഇതെന്താണ്? ഇതൊരു ഹിക്കായയാണ്. ഹിക്കായ എന്ന് പറഞ്ഞാൽ എ സ്റ്റോറി, ഒരു കഥയാണ്. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം ലുഗത്തുല്ലാദ് എന്നതാണ്. ലുഗത്ത് എന്നാൽ ലാംഗ്വേജ്, ഭാഷ. അല്ലാദി, ലാദ് എന്ന അക്ഷരത്തിൻ്റെ ഭാഷ. ദ ലാംഗ്വേജ് ഓഫ് ദ ലെറ്റർ ലാദ്. ഇംഗ്ലീഷിൽ ഞാനിവിടെ മീനിങ് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലുഗത്തുല്ലാദി, ലാദ് എന്ന അക്ഷരത്തിൻ്റെ ഭാഷ. അതായത് അറബി ഭാഷയിൽ മാത്രമേ ലാദ് എന്ന അക്ഷരം ലോകത്തുള്ളൂ. ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, അതിൽ അറബി ഭാഷയിൽ മാത്രമേ ലാദ് എന്ന അക്ഷരമുള്ളൂ. അതുകൊണ്ട് അറബി ഭാഷയെ ലാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്, ലുഗത്തുല്ലാദ് എന്ന്. ഇത് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠമാണ്. അതെന്താണത്? ഖിസ്സത്തുൻ ദാത്തിയ. ഖിസ്സത്തുൻ എന്നാൽ സ്റ്റോറി, ഒരു കഥയാണ്. ദാത്തിയ, ദാത്തിയ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തത്തെക്കുറിച്ച് പറയുന്ന, അതാണ് ദാത്തിയ. ഖിസ്സത്തുൻ ദാത്തിയ, ആൻ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി. അതാണ് ലുഗത്തുല്ലാദ്. അറബി ഭാഷ തന്നെ അറബി ഭാഷയെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു കഥയാണത്. നല്ല രസകരമാണത്. നമുക്ക് വായിച്ച് നോക്കാം. ശേഷം ഇനി മൂന്നാമത്തത് ലുഗത്തി അൽ അറബിയ. ലുഗത്തി എൻ്റെ ഭാഷ. ലുഗത്ത് എന്നാൽ ഭാഷ, ലുഗത്തി എന്നാൽ എൻ്റെ. അറബിയിൽ ഏതൊരു പദത്തിൻ്റെ കൂടെയും നമ്മൾ അവസാനം ഇങ്ങനെ യാ ചേർത്താൽ എൻ്റെ എന്നർത്ഥം കിട്ടും. ഇസ്മുകളുടെ കൂടെ ഇസ്മി എൻ്റെ പേര്, ഖലമി എൻ്റെ പേന, കിതാബി എൻ്റെ പുസ്തകം. അതുപോലെ ലുഗതി എൻ്റെ ഭാഷ, അൽ അറബിയ അറബി എൻ്റെ അറബി ഭാഷ, മൈ അറബിക് ലാംഗ്വേജ്. അതെന്താണ്? ഉൻഷൂദത്തുൻ, അതൊരു ആന്തമാണ്, അഥവാ ഒരു പാട്ടാണത്. നല്ല രസകരമായൊരു പാട്ടാണ്. അത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് ഹഖൻ അന അഫ്തഖിറു ബിക എന്ന ഈ ഒന്നാമത്തെ പാഠത്തെക്കുറിച്ച് നോക്കാം. നുലാഹിലു വ നുനാഖിഷു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വ നുനാഖിഷു നമുക്ക് ചർച്ച ചെയ്യാം. ദാ ഇവിടെ അല്ലേ 2 തലകൾ കാണാം, 2 മനുഷ്യരാണ്. അവരുടെ വായിൽ നിന്ന് ആദ്യം അലിഫ്, ബാ, താ, സാ, ജീം, ഹ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെ ABCDEF ഇംഗ്ലീഷ് ഭാഷ അല്ലെ, ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങളാണല്ലോ, അവ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നെ അ ആ ഇ ഈ ഉ ഉ ഇർ അല്ലേ, അത് മലയാള ഭാഷ അവർക്കറിയാം. പിന്നെ ന ഉ ആ എ ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദി അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ഇവർക്ക് ഈ 4 ഭാഷകളും അറിയാം അല്ലേ. ഭാഷ അറിയുന്നതിൻ്റെ പ്രാധാന്യം അതൊക്കെ ഈ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഭാഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷ അറിയുന്നവന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാൻ, യാത്ര ചെയ്യാൻ എളുപ്പം സാധിക്കും. എന്നാൽ ഭാഷ അറിയാത്തവനോ അവനങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. നഖറഉ നമുക്ക് വായിക്കാം, വ നഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. പാഠത്തിൻ്റെ പേര് ഹഖൻ സത്യമായിട്ടും, അന അഫ്തഖിറു ബിക ഐ ആം പ്രൗഡ് ഓഫ് യു നിന്നെക്കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. ഒരു ഉപ്പ മകനോട് പറയുകയാണ്.
ഇതാണ് ഇവിടെ നോക്കൂ, 2 ചിത്രം കാണാം. ഇതാണ് മാജിദ്. ഇത് മാജിദിൻ്റെ ഫാദറാണ്. മാജിദ് നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. അവന് ഫുട്ബോൾ കളി കാണാനൊക്കെ വളരെ ഇഷ്ടമാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ വെച്ച് നടന്നപ്പോൾ അവനത് കാണണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ്റെ ഉപ്പ അവനോട് പറയാണ്, ഇന്ദി, എൻ്റെ അടുക്കലുണ്ട്, മുഫാജഅത്തുൻ, ഒരു സർപ്രൈസ് ഉണ്ട്. ഐ ഹാവ് എ സർപ്രൈസ്. ഖാല, പറഞ്ഞു, അബൂ മാജിദ്, മാജിദിൻ്റെ ഉപ്പ. അബ് എന്നാൽ ഉപ്പ, ഫാദർ. മാജിദ്, മാജിദിൻ്റെ ഉപ്പ പറഞ്ഞു, ഇന്ദി മുഫാജഅ, ഐ ഹാവ് എ സർപ്രൈസ്. അല്ലേ, ഐ ഹാവ് എ സർപ്രൈസ് സെഡ് മാജിദ് ഫാദർ. മാജിദിൻ്റെ ഫാദർ പറഞ്ഞു, ഐ ഹാവ് എ സർപ്രൈസ്. അപ്പോൾ ഐ ഹാവ് എ സർപ്രൈസ്, എൻ്റെ കയ്യിലൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അറബിയിൽ എങ്ങനെ പറയും? ഇന്ദി മുഫാജഅ. അഖ്റജ, പുറത്തെടുത്തു, ടുക്ക് ഔട്ട്. മിനൽ ഹഖീബത്തി, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, ഇൽ നിന്ന്. എന്തിൽ നിന്ന്? അൽ ഹഖീബത്തി, ബാഗിൽ നിന്ന് പുറത്തെടുത്തു. തദ്കിറതൻ, ടിക്കറ്റ്. ഹി ടുക്ക് ഔട്ട് എ ടിക്കറ്റ് ഫ്രം ഹിസ് ബാഗ്. അഖ്റജ, അദ്ദേഹം പുറത്തെടുത്തു, മിനൽ ഹഖീബത്തി, ബാഗിൽ നിന്ന്, തദ്കിറതൻ, ഒരു ടിക്കറ്റ് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, നഖ്റുജു, നമ്മൾ പുറപ്പെടുന്നു, വി ആർ ലീവിങ്, സ്വബാഹ്, രാവിലെ, ഗദ്, നാളെ, ടുമോറോ മോർണിംഗ്. വി ആർ ലീവിങ് ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ നമ്മൾ പുറപ്പെടുകയാണ്. ഇസ്തലമ മാജിദ് അത്തദ്കിറത, ഇസ്തലമ, വാങ്ങി, ടുക്ക്, മാജിദ് വാങ്ങി. എന്ത് വാങ്ങി? അത്തദ്കിറ, ടിക്കറ്റ് വാങ്ങി. മാജിദ് ടുക്ക് ദ ടിക്കറ്റ്. അവൻ്റെ ഉപ്പയുടെ കയ്യിൽ നിന്നും മാജിദ് ആ ടിക്കറ്റ് വാങ്ങി. വബദഅ, ആൻഡ് ഹി സ്റ്റാർട്ടഡ്, അവൻ ആരംഭിച്ചു, അവൻ തുടങ്ങി. എന്ത് ചെയ്യാൻ തുടങ്ങി? യുഖബ്ബിലു, ചുംബിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് ടു കിസ്, സ്റ്റാർട്ടഡ് കിസ്സിങ്. വബദഅ യുഖബ്ബിലു ഹാ, ഹാ എന്ന് പറഞ്ഞാൽ ഇതിനെ, അഥവാ അതിനെ. ഏതിനെ? ആ ടിക്കറ്റിനെ. മാജിദ് ടുക്ക് ദ ടിക്കറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് കിസ്സിങ് ഇറ്റ്. ഖഫസ ഫരിഹൻ, ഖഫസ, അവൻ തുള്ളിക്കളിച്ചു, അവൻ ചാടിക്കളിച്ചു. ഫരിഹൻ, സന്തോഷത്തോടെ. ഹി ജംപ്ഡ് അപ്പ് വിത്ത് ജോയ്, സന്തോഷത്തോടെ അവൻ തുള്ളിക്കളിച്ചു. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ജോയ്. വഖാല, ആൻഡ് ഹി സെഡ്, അവൻ പറഞ്ഞു, ഫി നഫ്സിഹി, അവൻ്റെ മനസ്സിൽ. ആൻഡ് ഹി സെഡ് ടു ഹിംസെൽഫ്, അവനോട് തന്നെ, അഥവാ സ്വന്തത്തോട് തന്നെ, സ്വയം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? സതതഹഖഖു ഉംനിയതി, സതതഹഖഖു, യാഥാർത്ഥ്യമാകും, സാക്ഷാത്കരിക്കും. ഉംനിയതി, എൻ്റെ സ്വപ്നം. മൈ ഡ്രീം വിൽ കം ട്രൂ, എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്നവൻ പറഞ്ഞു. അവൻ സ്വയം പറഞ്ഞു. തമ്മത് തജ്ഹീസാത്തു സഫരി, തമ്മത്, പൂർത്തിയായി. തജ്ഹീസാത്ത്, ഒരുക്കങ്ങൾ. അസഫരി, യാത്രയുടെ. അപ്പോൾ യാത്ര പോവുകയാണ്, ടിക്കറ്റൊക്കെ കിട്ടി. ഇനി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവനൊരുങ്ങി. ഹി ഗോട്ട് എവരിത്തിങ് റെഡി ഫോർ ദ ട്രിപ്പ്. വദഹബ, അവൻ പോയി. ഹി വെൻറ്റ്. ഇലൽ ഫിറാഷ്, ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, ബെഡ് എന്നൊക്കെയാണ് അർത്ഥം. ഹി വെൻറ്റ് ടു ദി ബെഡ്. ടു എന്നതാണ് ഇല എന്നതിൻ്റെ അർത്ഥം. ബെഡിലേക്ക്, അഥവാ കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയി. വദഹബ, അവൻ പോയി. ഇലൽ ഫിറാഷി, ടു ദ ബെഡ്. ലം യസ്തത്തി, അവന് കഴിഞ്ഞില്ല. എന്തിന്? അന്നൗമ, ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻറ്റ് സ്ലീപ്പ്, അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ടാണല്ലോ, ഭയങ്കര ഹാപ്പി അല്ലേ, അപ്പോൾ ഉറക്കം വരില്ലല്ലോ. വഖല, ഹി സ്പെൻഡ്, അവൻ ചിലവഴിച്ചു. അല്ലൈലത്ത, ആ രാത്രി. ഹി സ്പെൻഡ് ദ നൈറ്റ്, ആ രാത്രി അവൻ ചിലവഴിച്ചു. എങ്ങനെയാ? ബിഫാരിഖി സ്വബരി, ക്ഷമയില്ലാതെ. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ. ഫാരിഖ് സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ. ഇംപാഷ്യൻ്റ്ലി, തീരെ ക്ഷമയില്ലാതെ രാവിലെ ആവുന്നതും കാത്ത് അവൻ ഉറങ്ങാതെ ആ രാത്രി കഴിച്ചുകൂട്ടി. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല.
സ്വബാഹൻ ഖറജ മാജിദ് മാ അബീഹി ഇലൽ മത്വാരി വലാ യസാലു യഹ്ലുമു. സ്വബാഹൻ ഇൻ ദ മോർണിംഗ്, രാവിലെ. ഖറജ പുറപ്പെട്ടു. മാജിദ് പുറപ്പെട്ടു. മാജിദ് വെൻറ്റ്. മാ അബീഹി, മാ കൂടെ, വിത്ത്. അബീഹി അവൻ്റെ ഉപ്പയുടെ. രാവിലെ മാജിദ് അവൻ്റെ ഉപ്പയുടെ കൂടെ പുറപ്പെട്ടു. എങ്ങോട്ട് പുറപ്പെട്ടു? ഇലൽ മത്വാർ. മത്വാർ എന്നാൽ എയർപോർട്ട്. ഇലൽ മത്വാർ, ടു ദി എയർപോർട്ട്. ഇൻ ദ മോർണിംഗ് മാജിദ് വെൻറ്റ് ടു ദ എയർപോർട്ട് വിത്ത് ഹിസ് ഫാദർ. വലാ യസാലു യഹ്ലുമു. അവൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് യഹ്ലുമു എന്നാൽ സ്വപ്നം കാണുക, സ്വപ്നം കാണുന്നു. വലാ യസാലു യഹ്ലുമു എന്നാൽ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്താ അവൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നത്? അവൻ്റെ മനസ്സിൽ ഇങ്ങനെ അവൻ സ്വപ്നം കാണുകയാണ്. എന്ത്? മുശാഹദത, കാണുന്നത്. എന്ത് കാണുന്നത്? മുബാറയാത്ത്, മാച്ചുകൾ. കഅ്സിൽ ആലം, വേൾഡ് കപ്പ് മാച്ചുകൾ. മുബാഷിറൻ, ലൈവായിട്ട്, നേരിട്ട്. അപ്പോൾ മുശാഹദത്ത് വാച്ചിങ്, മുബാറയാത്ത് മാച്ചസ് അഥവാ മാച്ചുകൾ. കഅ്സിൽ ആലം വേൾഡ് കപ്പ്. കഅ്സ് എന്ന് പറഞ്ഞാൽ കപ്പ്, ആലം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ്. മുബാഷിറൻ നേരിട്ട്, ലൈവ്. വാച്ചിങ് ദ വേൾഡ് കപ്പ് മാച്ചസ് ലൈവ്. വേൾഡ് കപ്പ് മത്സരങ്ങൾ നേരിട്ട് കാണാൻ കഴിയല്ലോ. അത് അവനിങ്ങനെ സ്വപ്നം കാണുകയാണ്. ഇനി കാണാൻ പോകുന്ന കാര്യം ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്. എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ്. പിന്നെയോ ലിഖാ അൽ ബത്വലിൽ മുഫല്ലൽ. ലിഖാ കണ്ടുമുട്ടാമല്ലോ, മീറ്റിംഗ്. അൽ ബത്വൽ പ്ലെയർ, ഇവിടെ കളിക്കാരൻ, മികച്ച കളിക്കാരൻ എന്നാണ് ഇത് ഇവിടെ ഉദ്ദേശം. അൽ മുഫല്ലൽ ഫേവറേറ്റ് ആയിട്ടുള്ള, അവൻ്റെ ഫേവറേറ്റ് പ്ലെയർ. ബത്വലിൽ മുഫല്ലൽ. ചിലർക്ക് റൊണാൾഡോ ആയിരിക്കും, ചിലർക്ക് മെസ്സി ആയിരിക്കും, അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ബത്വലിൽ മുഫല്ലൽ. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് പ്ലെയറെ നേരിൽ കാണാമല്ലോ. സഫർ, അതുപോലെ യാത്ര. ഫി ത്വാഇറത്തി, പ്ലെയിനിൽ അഥവാ വിമാനത്തിൽ, എയറോപ്ലെയിനിലുള്ള യാത്ര. ആദ്യമായിട്ട് വിമാനത്തിൽ കയറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിമാനത്താവളത്തിലേക്ക് പോകുന്നു, അവിടെ വിമാനത്തിൽ കയറുന്നു, വിമാനം ഇങ്ങനെ കുതിച്ചു മേലോട്ടുയരുന്നു. അപ്പോൾ എന്തൊരു രസമായിരിക്കും അല്ലേ. പിന്നെ ഖത്തറിലെത്തുന്നു, അവിടെ വേൾഡ് കപ്പ് കാണാൻ പോകുന്നു, അവിടെ എൻ്റെ മെസ്സിയെ കാണുന്നു, അതുപോലെ റൊണാൾഡോ. നിങ്ങളെ കൂട്ടത്തിൽ മെസ്സി ഫാൻസ് ആരൊക്കെയുണ്ട്? ഒന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, മെസ്സി ഫാൻസൊക്കെ. ഇനി നിങ്ങൾ ആരുടെ ഫാനാണെങ്കിൽ അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമ്മളെ വീഡിയോയുടെ താഴെ. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അവനിങ്ങനെ പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ രാവിലെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ്, ഇനിയാണ് ഇതാണല്ലോ കാണാൻ പോകുന്നത് എന്ന്. വസുലത്തി സയ്യാറത്തു ഇലൽ മത്വാരി വറക്കിബ മാജിദ് വ അബൂഹു അത്വായിറ. വസ്വലത്ത് റീച്ച്ഡ്, എത്തി. അസയ്യാറത്തു ദ കാർ. ദ കാർ റീച്ച്ഡ് അഥവാ കാറ് എത്തി. ഇലൽ മത്വാരി ടു ദ എയർപോർട്ട്. ദ കാർ റീച്ച്ഡ് ടു ദ എയർപോർട്ട്, അല്ലെങ്കിൽ ദ കാർ അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട്. കാറ് എയർപോർട്ടിലെത്തി. വറക്കിബ കയറി. ബോർഡേഡ് കയറി. വാഹനത്തിൽ കയറുന്നതിനാണ് റക്കിബ എന്ന് പറയാം. ഇംഗ്ലീഷിൽ ബോർഡേഡ് എന്ന് പറയും. മാജിദ് കയറി. വ അബൂഹു അവൻ്റെ ഫാദറും. ഹു എന്നാൽ അവൻ്റെ എന്നാണ് അർത്ഥം. അബ് എന്നാൽ ഫാദർ. അബൂഹു അവൻ്റെ ഫാദർ. മാജിദും അവൻ്റെ ഫാദറും കയറി. എവിടെ കയറിയത്? ത്വായിറ. ത്വായിറത്ത് എന്ന് പറഞ്ഞാൽ വിമാനം, എയറോപ്ലെയിൻ, പ്ലെയിൻ എന്ന് ചുരുക്കി പറയാം. അപ്പോൾ മാജിദ് ആൻഡ് ഹിസ് ഫാദർ ബോർഡേഡ് ദ പ്ലെയിൻ. മാജിദും അവൻ്റെ ഉപ്പയും വിമാനത്തിൽ കയറി. റഹബത്ത് സ്വാഗതം ചെയ്തു. ബിഹിമാ അവർ രണ്ടുപേരെയും, അവരെ ഗ്രീറ്റ് ചെയ്തു. ഗ്രീറ്റഡ് ദം അവരെ സ്വാഗതം ചെയ്തു. ആര്? മുലീഫത്തു ത്വയ്റാൻ എയർ ഹോസ്റ്റസ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നും പറയാം. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞാലും എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്. അപ്പോൾ മുലീഫത്ത് ഹോസ്റ്റസ്, അത്വയ്റാൻ എയർ ഹോസ്റ്റസ്, അതാ വിമാനത്തിൽ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എയർ ഹോസ്റ്റസിനെ കുറിച്ച് അറിയാമല്ലോ. അവരെ സ്വാഗതം ചെയ്തു. തർഹീബൻ ഹാറൻ, വളരെ
ഊഷ്മളമായ സ്വാഗതം എന്ന് പറഞ്ഞാൽ ഗ്രീറ്റഡ് ദം വാമിലി. ഹാർ എന്ന് പറഞ്ഞാൽ വാമിലി, ഊഷ്മളമായിട്ട് അവരെ നല്ല നിലയിൽ വളരെ സന്തോഷത്തോടെ എയർ ഹോസ്റ്റസ് അവർ രണ്ടുപേരെയും വിമാനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ദ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഗ്രീറ്റഡ് ദം വാമിലി. ഹബതത്തി ത്വാഇറതു ഫീ മത്വാരി ദൗഹ അദ്വലി മസാഅൻ. ഹബതത് ലാൻഡഡ്, ഇറങ്ങി, ലാൻഡ് ചെയ്തു. അത്വാഇറതു ദ എയറോപ്ലെയിൻ, ദ പ്ലെയിൻ ലാൻഡഡ്. ഫി മത്വാരി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, മത്താർ എയർപോർട്ട്, ഇൻ ദി എയർപോർട്ട് അല്ലേ, ഇൻ എയർപോർട്ട്. ഏത് എയർപോർട്ടാണ്? അദ്ദൗഹ, ദോഹ എയർപോർട്ട്. അദ്വലി ഇൻ്റർനാഷണൽ, ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ഇറങ്ങി. മസാഅൻ, വൈകുന്നേരം, ഇൻ ദ ഈവനിങ്. ദ പ്ലെയിൻ ലാൻഡഡ് അറ്റ് ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇൻ ദി ഈവനിങ്. ബഅദൽ ഇജ്റാഅത്തി, ബഅദ ആഫ്റ്റർ, ശേഷം. അൽ ഇജ്റാഅത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ ദി പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ. വിമാനത്തിൽ എയർപോർട്ടിൽ നമ്മൾ പോയി ഇറങ്ങിയാൽ ഉടനെ തന്നെ ബസ് ഇറങ്ങി പോരുന്നത് പോലെ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെ പെട്ടെന്ന് പോരാൻ കഴിയില്ലല്ലോ. ചില പരിശോധനകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അതിനാണ് ഇജ്റാഅത്ത് എന്ന് പറയുക. അപ്പോൾ ബഅദൽ ഇജ്റാഅത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ ദി പ്രൊസീജിയേഴ്സ്. ഖറജ അവർ രണ്ടുപേരും പുറത്തു വന്നു. ദേ ലെഫ്റ്റ് മിനൽ മത്വാരി ഫ്രം ദ എയർപോർട്ട്. ദേ ലെഫ്റ്റ് ദ എയർപോർട്ട് ആഫ്റ്റർ ദ പ്രൊസീജിയേഴ്സ്. ദേ ലെഫ്റ്റ് ദ ദേ എന്ന് പറഞ്ഞാൽ ആരാണ്? മാജിദും മാജിദിൻ്റെ ഉപ്പയും എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അത്യാവശ്യമായ ചില പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബഅദൽ ഇജ്റാഅത്ത്, പരിശോധനകൾക്ക് അഥവാ നടപടിക്രമങ്ങൾക്ക് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ ദോഹയിലെത്തി. അങ്ങനെ അവർ ദോഹയിലൂടെ സഞ്ചരിക്കുകയാണ്. മാ അജ്മലൽ മനാദിർ, മാ അജ്മല, അത് വളരെ അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു പ്രയോഗമാണ്. മാ അജ്മല, ഹൗ ബ്യൂട്ടിഫുൾ, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഭംഗിയുള്ളതാണ്. അൽ മനാദിർ, കാഴ്ചകൾ. ഹൗ ബ്യൂട്ടിഫുൾ ദ സീനറി ഈസ്, ഈ കാഴ്ചകളൊക്കെ എന്തൊരു ഭംഗിയുള്ളതാണ്, നല്ല രസകരമായ കാഴ്ചയാണ് അവിടെ ഉള്ളത്. അൽ മദീനത്തു, ദ സിറ്റി, നഗരം. മുസയ്യനത്തുൻ, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു. ദ സിറ്റി ഈസ് ഡെക്കറേറ്റഡ്. ബിൽ അൻവാർ, പ്രകാശങ്ങൾ കൊണ്ട്, ലൈറ്റുകൾ കൊണ്ട്. ദ സിറ്റി ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ലൈറ്റ്സ്, ആ നഗരത്തെ വെളിച്ചങ്ങൾ, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വതുറഫ്രിഫു അലാമു ദുവലിൽ മുശാറകത്തി ഫിൽ മുബാറയാത്ത്. വതുറഫ്രിഫു, തുറഫ്രിഫു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈയിങ്, പറക്കുന്നു, പറന്ന് കളിക്കുന്നു. അലാം, അലമ് എന്നതിൻ്റെ ജമാണ് അലാം, കൊടികൾ, ഫ്ലാഗുകൾ. അദ്ദുവലി, രാഷ്ട്രങ്ങളുടെ, ദൗലത്തുൻ അതിൻ്റെ ജമാണ് ദുവൽ, രാജ്യങ്ങൾ, രാജ്യങ്ങളുടെ കൊടികൾ. അൽ മുശാറക, പങ്കെടുക്കുന്ന. ഫിൽ മുബാറയാത്തി, മത്സരങ്ങളിൽ. അപ്പോൾ ലോകകപ്പിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ കൊടികൾ ഇങ്ങനെ പാറിപ്പറക്കുന്നു. ദ ഫ്ലാഗ്സ് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ആർ ഫ്ലൈയിങ്. ഇഖ്തറബ മാജിദുൻ വ അബൂഹു മിൻ ശുബാക്കി സയ്യാറത്തിൽ ഉജ്റത്തി. ഇഖ്തറബ, അടുത്തേക്ക് ചെന്നു. മാജിദ് വ അബൂഹു, അവൻ്റെ ഉപ്പയും മാജിദും അവൻ്റെ ഉപ്പയും സമീപിച്ചു അഥവാ അടുത്തേക്ക് ചെന്നു. മാജിദ് ആൻഡ് ഹിസ് ഫാദർ അപ്രോച്ച്ഡ്. എങ്ങോട്ടാണ്? ശുബാക്ക്, കൗണ്ടറിലേക്ക്. ഏത് കൗണ്ടറാ? സയ്യാറത്ത്, കാറിൻ്റെ. അൽ ഉജ്റത്ത്, വാടകയ്ക്ക് ഓടുന്ന കാർ എന്ന് പറഞ്ഞാൽ സയ്യാറത്തിൽ ഉജ്റത്ത് പറഞ്ഞാൽ ടാക്സി. അപ്പോൾ ടാക്സി വിളിക്കുന്ന കൗണ്ടറുണ്ട്, അവിടേക്ക് ചെന്നു. എയർപോർട്ടിൽ ടാക്സിയൊക്കെ കിട്ടുന്ന കൗണ്ടറുണ്ട്, അവിടേക്ക് ചെന്നു. മാജിദും അവൻ്റെ ഉപ്പയും, മാജിദ് ആൻഡ് ഹിസ് ഫാദർ അപ്രോച്ച് ദ ടാക്സി കൗണ്ടർ. എന്നിട്ട് അവിടെയുള്ളൊരു സംഭാഷണമാണ്. മാജിദിന് അറബിയൊക്കെ അറിയാട്ടോ. അപ്പോൾ മാജിദ് സംസാരിക്കുകയാണ്. മാജിദ് പറയാണ്, മിൻ ഫളിക് പ്ലീസ്, നുരീദു സയ്യാറ, വി വാണ്ട് എ കാർ. നുരീദു, ഞങ്ങൾക്ക് വേണം. വി വാണ്ട് സയ്യാറ,
കാർ, വി വാണ്ട് എ കാർ, ഞങ്ങൾക്കൊരു കാർ വേണം. അൽ മുവല്ലഫ്, അപ്പോൾ എംപ്ലോയി അവിടുത്തെ ഉദ്യോഗസ്ഥൻ, ഇല ഐന എങ്ങോട്ടാണ്, ടുവേർ, വേർ ടു അല്ലെങ്കിൽ ടുവേർ എങ്ങോട്ടാണ്. മാജിദ് പറഞ്ഞു ഇലൽ ഫുന്ദുഖ്, ടു ദി ഹോട്ടൽ, ഹോട്ടലിലേക്കാണ്. അവർ ഹോട്ടലിൽ പോയി റൂം എടുത്ത് അവിടെ താമസിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട്. അപ്പോൾ അൽ മുവല്ലഫു, അപ്പോൾ ആ എംപ്ലോയി അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ഐ ഫുന്ദുഖ്, ഐ വിച്ച് ഫുന്ദുഖ് ഹോട്ടൽ, വിച്ച് ഹോട്ടൽ, ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. അപ്പം മാജിദ് പറയാണ് നുഫല്ലിലു ഫുന്ദുഖൻ ബിഖുർബി ഇസ്താദി ലുസൈൽ, നുഫല്ലിലു ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നു, അഥവാ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നു എന്ത്, ഫുന്ദുഖൻ ഒരു ഹോട്ടൽ, ബിഖുർബി അടുത്തുള്ള, ഇസ്താദ് സ്റ്റേഡിയത്തിൻ്റെ, ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വി വുഡ് ലൈക്ക് എ ഹോട്ടൽ നിയർ ലുസൈൽ സ്റ്റേഡിയം. അപ്പോൾ അൽ മുവല്ലഫു, അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയാണ്, അവിടുത്തെ ആ എംപ്ലോയി പറയാണ് ഹസനൻ, ഓക്കെ. അങ്ങനെ അവർ കാർ വിളിക്കുന്നു ലുസൈൽ സ്റ്റേഡിയത്തിന്. ലുസൈൽ എന്നത് അറിയാമല്ലോ, ഖത്തർ വേൾഡ് കപ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് അവർ കാറിൽ കയറി പോവുകയാണ്. തവജ്ജഹത്തി സയ്യാറത്തു ഇലൽ ഫുന്ദുഖി, തവജ്ജഹത്ത് പുറപ്പെട്ടു, തിരിച്ചു, അസയ്യാറത്തു ദ കാർ ഹെഡഡ്, ഇലൽ ഫുന്ദുഖി ഹോട്ടലിലേക്ക്, കാറ് ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. തവജ്ജഹ എന്നാൽ തിരിച്ചു, പുറപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ, അങ്ങനെ ഇവർ ഹോട്ടലിലെത്തുമ്പോൾ അവിടെ ആരുണ്ടാവും, ആ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും അല്ലേ. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ, മുവല്ലഫ് ഉദ്യോഗസ്ഥൻ, അൽ ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന, ഹോട്ടലിൽ ആളുകളെ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അതാണ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ, ആ വേർഡ് നമ്മൾ പഠിച്ചു വെക്കുക. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ്. അഹ്ലൻ വസഹ്ലൻ, വെൽക്കം, അഹ്ലൻ വസഹ്ലൻ, വെൽക്കം, സ്വാഗതം അഥവാ വരൂ. അയ്യു ഖിദ്മ, എന്ത് സേവനമാണ് വേണ്ടത്. വാട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത്, ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് സേവനമാണ് വേണ്ടത്. ഐ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ ഏത്, ഖിദ്മ സേവനമാണ്, ഏത് സേവനമാണ്. അഥവാ അവിടെ ഒരു ശൈലിയാണ് നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയാണ് അയ്യു ഖിദ്മ, വാട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത്. അപ്പോൾ മാജിദ് പറയാണ്, മാജിദിന് അറബി അറിയാട്ടോ, അതുകൊണ്ട് മാജിദ് സിമ്പിളായി സംസാരിക്കുകയാണ്. മിൻ ഫദ്ലിക് പ്ലീസ്, ഗുർഫത്തുൻ എ റൂം, ഒരു റൂം വേണം. ബി സെരീറൈൻ, 2 കട്ടിലുള്ള, എ റൂം വിത്ത് 2 ബെഡ്സ്, 2 ബെഡുകളുള്ള ഒരു റൂം വേണം. സെരീറുൻ എന്ന് പറഞ്ഞാൽ ബെഡ്, ഒരു കട്ടിൽ, ഒരു ബെഡ്. ശരിക്കും ബെഡല്ല, ബെഡ് ഉള്ള ആ കട്ടിലിനാണ് സെരീർ എന്ന് പറയുക. സെരീറൈനി എന്ന് പറഞ്ഞാൽ 2 കട്ടിൽ. അപ്പോൾ 2 കട്ടിലുള്ള, കട്ടിൽ എന്നുള്ളത് ബെഡ് എന്ന അർത്ഥത്തിലും പറയാറുണ്ടല്ലോ, അതാണ് എ റൂം വിത്ത് 2 ബെഡ്സ്, 2 ബെഡുള്ള ഒരു റൂം വേണം എന്ന് പറഞ്ഞു. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ, അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ് ഹസനൻ, ഓക്കെ. കം യൗമൻ തുരീദ്, കം എത്ര, ഹൗ മെനി, യൗമൻ ദിവസം, ഹൗ മെനി ഡേയ്സ്, തുരീദു നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക്, എത്ര ദിവസമാണ് നിങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക്, കം യൗമൻ തുരീദ്, നിങ്ങൾ എത്ര ദിവസമാണ് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മാജിദ് പറയാണ് സബ്അത അയ്യാം, 7 അയ്യാം ഡേയ്സ്, 7 ഡേയ്സ്, 7 ദിവസങ്ങളാണ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. മുവല്ലഫുൽ ഇസ്തിഖ്ബാൽ, അപ്പോൾ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് പറയാൻ അൽ മിഫ്താഹ്, കീ, താക്കോൽ. തഫല്ലൽ പ്ലീസ്, ഹിയർ ഇസ് ദ കീ, പ്ലീസ് ഈ താക്കോല് വാങ്ങൂ എന്നാണ് അവരുടെ സംസാരത്തിൻ്റെ ഒരു ശൈലി. അങ്ങനെയാണല്ലോ, നമ്മൾ സാധനം കൊടുക്കുമ്പോഴൊക്കെ പ്ലീസ് പറഞ്ഞുകൊണ്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഈ തഫല്ലൽ എന്ന വേർഡിൻ്റെ മീനിങ്ങും പ്ലീസ് എന്നാണ്. മിൻ ഫദ്ലിക് എന്നതും പ്ലീസ് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് തഫല്ലൽ മിൻ ഫദ്ലിക് എന്നത് എങ്ങനെയാണ് പ്രയോഗിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക.
അല്ലേ, പ്ലീസ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാജിദിൻ്റെ കയ്യിൽ അവർ താക്കോല് കൊടുക്കുകയാണ്. അപ്പോൾ മാജിദ് താക്കോല് വാങ്ങുകയാണ്. എന്നിട്ട് മാജിദ് പറയുന്നു ശുക്രൻ, താങ്ക് യു. അങ്ങനെ ഹോട്ടലിലെത്തി. മാജിദിന് ഈ അറബി അറിയാവുന്നത് കൊണ്ടാണല്ലോ അല്ലേ ഇതൊക്കെ ആ ഹോട്ടലുകാരോട് സംസാരിക്കാൻ പറ്റുന്നതും അങ്ങനെ റൂം എടുക്കാൻ സാധിക്കുന്നതൊക്കെ. ഇനി ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. നുക്മിലു, നമുക്ക് പൂരിപ്പിക്കാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വസ്വല മാജിദുൻ വ അബൂഹു ഇലൽ ഗുർഫത്തി വസ്തറാഹ. വസ്വല എത്തി, മാജിദ് എത്തി, വ അബൂഹു അവൻ്റെ ഉപ്പയും, ഇലൽ ഗുർഫത്തി റൂമിലേക്ക് എത്തി. അങ്ങനെ മാജിദും അവൻ്റെ ഉപ്പയും ഹോട്ടലിൽ റൂമെടുത്തു, അവർ റൂമിലെത്തി. വസ്തറാഹ അവർ രണ്ടുപേരും വിശ്രമിച്ചു. ഇസ്തറാഹ എന്ന് അവസാനം ഒരു അലിഫ് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഒരു ഹ എന്ന അലിഫ്, അത് രണ്ടുപേരും എന്ന അർത്ഥം കിട്ടുന്നത് ആ അലിഫ് ഉള്ളത് കൊണ്ടാണ്. ഒരാൾ മാത്രമാണെങ്കിൽ ഹ സാധാരണ എഴുതും പോലെ ആണ് ഹ എഴുതുക, ഇതുപോലെയാണ് ഹ എഴുതുക. ഒരാൾ മാത്രമാണെങ്കിൽ ഇവിടെ രണ്ട് പേരുള്ളത് കൊണ്ടാണ് ഇസ്തറാഹ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. വസ്തറാഹ, അങ്ങനെ അവർ രണ്ടുപേരും വിശ്രമിക്കുകയും ചെയ്തു. ഫ അപ്പോൾ, തദക്കറ ഓർത്തു, ഓർമ്മ വന്നു. മാജിദ് ഓർത്തു. ആരെയാ ഓർത്തത്? സ്വദീഖ്, കൂട്ടുകാരനെ. സ്വദീഖഹു, അവൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താണ്? കുമാർ എന്ന അവൻ്റെ കൂട്ടുകാരനെ മാജിദിന് ഓർമ്മ വന്നു. വബദ, അവൻ തുടങ്ങി. യുദർദിശു, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ദർദശത്തുൻ എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ്, യുദർദിശു എന്നാൽ ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ വബദ യുദർദിശു, അവൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. മഅഹു, അവൻ്റെ കൂടെ അഥവാ കുമാറിൻ്റെ കൂടെ അഥവാ കുമാറുമായിട്ട് മാജിദ് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ചിലത് കൊടുത്തു നോക്കൂ. മസാ അൽ ഖൈർ, ഗുഡ് ഈവനിങ്. അപ്പോൾ മസാ അൻ നൂർ, കുമാർ മറുപടി പറയാണ്. ഐന അന്ത, നീ എവിടെയാണ്? കുമാറിനോട് മാജിദ് ചോദിക്കുകയാണ്. ഫിൽ ബൈത്ത്, അപ്പോൾ കുമാർ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. വ അന്ത, നീയോ? അപ്പോൾ മാജിദ് പറയാണ് ഫി ദൗലത്തി ഖത്തർ, ഞാൻ ഖത്തറിലാണ്. ദൗലത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം, ഖത്തർ രാജ്യത്താണുള്ളത്. അപ്പോൾ ഇത്രയേ ഇവിടെ ഉള്ളൂ. ഇത്ര മാത്രമാണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അല്ല. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താ? നുക്മിലു, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ചാറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മിൻ ഖയാലിന, ഖയാൽ എന്നാൽ ഭാവന, ഖയാലിന എന്നാൽ നമ്മളുടെ, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, നമ്മളുടെ ഭാവനയിൽ നിന്ന് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ ചാറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി അവരെന്തായിരിക്കും സംസാരിച്ചതെന്ന് നമുക്ക് ഊഹിച്ചെഴുതാം. അതൊരു വർക്ക്. ഞാനിവിടെ ഒരു മോഡൽ പറയാം. ഇത് നിങ്ങൾ ഇതുപോലെ കോപ്പി അടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ ചിന്തയിൽ നിന്ന് അവർ സംസാരിച്ച് എന്തായിരിക്കും എന്നൊക്കെ ഊഹിച്ച് സ്വന്തമായിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഞാനൊരു മോഡൽ പറയാണ്. മത വസ്വൽത്ത ഹുനാക്ക, മത എപ്പോഴാണ്, വസ്വൽത്ത നീ എത്തിയത്, ഹുനാക്ക അവിടെ. ഞാൻ ഖത്തറിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് കുമാറിനാകെ സംശയമായി അല്ലേ, വല്ലാത്ത അത്ഭുതമായി. അപ്പോൾ കുമാർ ചോദിച്ചു നീ എപ്പോഴാണ് അവിടെ എത്തിയത്? മസാ അൽ യൗം, മസാ എന്നാൽ ഈവനിങ്, വൈകുന്നേരം. അൽ യൗം ഇന്ന് വൈകുന്നേരമാണ് ഞാൻ എത്തിയത്. കൈഫ കാനത്തി റെഹ്ലത്തു ഫി ത്വായിറ, കൈഫ എങ്ങനെ ഉണ്ട്, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, കാനത്ത് ഉണ്ടായിരുന്നു, കൈഫ കാനത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, ആ റെഹ്ലത്തു യാത്ര, ഫി ത്വായിറത്തി വിമാനത്തിലെ, ത്വായിറത്ത് വിമാനത്തിൽ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. മുരീഹത്തുൻ ജിദ്ദ, നല്ല രസകരമായിരുന്നു. ജിദ്ദ എന്നാൽ വളരെ രസകരമായിരുന്നു. ഹൽ ഖിഫ്ത ഇൻദ ഇർതിഫാഇ ത്വായിറ, ഹൽ ഖിഫ്ത നീ ഭയപ്പെട്ടോ, നീ പേടിച്ചോ. ഹൽ ഖിഫ്ത നീ പേടിച്ചോ, നീ ഭയപ്പെട്ടോ. ഇൻദ ഇർതിഫാഇ ഉയരുമ്പോൾ, ഇർതിഫാ എന്നാൽ ഉയരുക, ഇൻദ ഇർതിഫാ എന്ന് പറഞ്ഞാൽ ഉയരുമ്പോൾ. അത്വായിറത്തു വിമാനം ഇങ്ങനെ ഉയരുമ്പോൾ അല്ലേ, വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ നീ പേടിച്ചോ. ഇല്ല. തിൽക്ക അത് തജ്രിബത്തുൻ എക്സ്പീരിയൻസ് ആണ്, അലീമ
വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. വിമാനം ഇങ്ങനെ പൊന്തുമ്പോൾ വിമാനത്തിലിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. കൈഫ ഖത്തർ, കൈഫ എങ്ങനെയുണ്ട് ഖത്തർ, ഖത്തർ എങ്ങനെയുണ്ട്? മാഷാ അല്ലാ, ബലദുൻ ജമീൽ, ബലദ് എന്ന് പറഞ്ഞ രാജ്യമാണ്, ജമീൽ നല്ല ഭംഗിയുള്ള രാജ്യമാണ്. മാഷാ അല്ലാ എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് പറയാം. മാഷാ അല്ലാ ബലദുൻ ജമീൽ, നല്ല ഭംഗിയുള്ള ഒരു രാജ്യമാണ്. ഐന എവിടെ? അൽ ഇസ്താദ്, ഇസ്താദ് എന്നാൽ സ്റ്റേഡിയം, സ്റ്റേഡിയം എവിടെയാണ്? ഖരീബുൻ അടുത്താണ്, മിൻ ഫുന്ദുഖിന ഞങ്ങളുടെ ഹോട്ടലിൻ്റെ, ഫുന്ദുഖ് ഹോട്ടൽ, ഫുന്ദുഖിന എന്നാൽ ഞങ്ങളുടെ ഹോട്ടൽ, മിൻ ഫുന്ദുഖിന ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്താണ്. ഹൽ സുർത്ത, ഹൽ സുർത്ത നീ സന്ദർശിച്ചിട്ടുണ്ടോ? അൽ ഇസ്താദ് സ്റ്റേഡിയം നീ സന്ദർശിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു ഗദൻ നാളെ, നാളെയാണ് സന്ദർശിക്കുക. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നാളെയാണ് ഞങ്ങൾ സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറായി നമ്മളെ ക്ലാസ്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.